Hi all, Assalamu alaikum. Welcome back to our channel Archie's World. ചിക്കൻ ഡോണറ്റ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി സവോള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, സവോള, പച്ചമുളക്, മല്ലിയിലൊക്കെ ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ബ്രെഡ് ക്രംസാണ് എടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. ഇനി മസാലകൾ ആഡ് ചെയ്യുക. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുളാക്കിയിട്ട് കൈൻ്റെ അടി വെച്ചിട്ട് പരത്തിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളാക്കി കൊടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ ഡോണറ്റ്സൊക്കെ ഉണ്ടാക്കണം അതേ ഷേപ്പിൽ ആക്കിയെടുക്കണം. അങ്ങനെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഷേപ്പാക്കിയിട്ട് സെൻറ്ററിൽ ഹോളാക്കി എടുക്കണം കേട്ടോ. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. അങ്ങനെ ഞാൻ ഡോണറ്റ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഡിപ്പ് ചെയ്യാൻ എഗ്ഗിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊരു കോട്ടിങ് കൊടുക്കാൻ മൈദമാവ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മൈദമാവിലെ കോട്ടിങ് ആണ് കേട്ടോ. അങ്ങനെ ഓരോ ഡോണറ്റ്സും ഇതുപോലെ മൈദമാവിൽ കോട്ട് ചെയ്ത് വെക്കട്ടോ. ചിക്കൻ അരച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ എല്ലാ ഡോണറ്റ്സും ഞാൻ മൈദമാവിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് വെക്കട്ടോ. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഡോണറ്റ്സൊക്കെ ഞാൻ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഡോണറ്റ്സും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ ഇതുപോലെ കോട്ട് ചെയ്ത് വെക്കണം ബ്രെഡ് ക്രംസിൽ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിൽ അധികം കച്ചറ ഉണ്ടാവില്ല. മറ്റത് ചിലർ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആവും എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടൊക്കെ എണ്ണയിൽ കിടുക. അപ്പോൾ ഈ കൈമേലുള്ള ബ്രെഡ് ക്രംസൊക്കെ അതിൽ വീഴുകയും ചെയ്യും. പിന്നെ അത് കരിഞ്ഞിട്ട് ഈ സ്നാക്സുമ്പോൾ പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഓരോ ഡോണറ്റ്സും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് കരിഞ്ഞ് പോകും. അങ്ങനെ നമ്മൾ ഡോണറ്റ്സൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചിക്കൻ ഡോണറ്റ്സ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.